Good morning, everyone. I hope everyone is good at home. In the last class, we were discussing the first part to Letter to Adolf Hitler by Gandhi. And we concluded at the point where we talked about Gandhi saying the importance or talking about the importance or the relevance or the success rate of non-violent, non-cooperation method. He was saying that India was fighting for a long time by using this method and India was relatively successful. Almost 20 years ആയിട്ട് ഇന്ത്യ ഈ മെത്തേഡ് ട്രൈ ചെയ്യുകയും ആൻഡ് ഇന്നും അറ്റ് ദിസ് പോയിന്റ് ഇൻ 1940 ദേ വെർ അറ്റ് the strongest point മടുത്തതുള്ള ആൾക്കാർക്ക് they were really willing to continue with this means not with violence to get freedom. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ ദ next major point that Hitler is discussing is that I was now telling that at this point in 1940 the struggle for freedom in India was the strongest and we can think in 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഏറ്റവും ബ്രിമ്മിൽ നിൽക്കുന്ന ടൈമായിരിക്കും 1940 എന്ന് പറയുന്നത്. അപ്പോൾ the most effective method to face or എന്താ പറയുക oppose the British rule, the most organized group of violent creators or violence creators in the world at that point of time is only non-violence. അല്ലാതെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആയുധങ്ങളും അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ബ്രൂട്ടൽ വയലൻസും ഉള്ളൊരു ടീമിനെ നമുക്ക് എതിർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മെത്തേഡൊന്നും നമ്മളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. വി ഹാഡ് ജസ്റ്റ് ദിസ് മീൻസ് ടു യൂസ് ദാറ്റ്, ദ മീൻസ് ഓഫ് നോൺ വയലൻസ്. അപ്പോൾ ഹിറ്റ്ലർ is reminded by Gandhi, what he's being reminded is that Germany is going to oppose the most organized group in the world at that point of time in 1940. കാരണം അത്ര എളുപ്പമുള്ളൊരു ഗ്രൂപ്പിനെ അല്ല നേരിടാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിലും ഇന്ത്യയുടെ മെത്തേഡിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ് എന്നുള്ളൊരു പുഷാണ് ഗാന്ധി ശരിക്കും കൊടുക്കുന്നത്. ദെൻ he says that maybe ജർമ്മൻസ് ആണോ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരാണോ വാർഫെയറിൽ മോർ സക്സസ്ഫുൾ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്ന കാര്യമാണ്. വി കാൺ ടോക്ക് അബൌട്ട് ദാറ്റ് അറ്റ് ദിസ് പോയിന്റ്, ബട്ട് സ്റ്റിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് എന്നുള്ളൊരു കാര്യമാണ്. ദെൻ ഹീ ക്ലിയേഴ്സ് വൺസ് മോർ അബൌട്ട് ഇന്ത്യാസ് പൊസിഷൻ, ഇന്ത്യയുടെ ഒരു ട്രൂ പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, he says that India as under the imperial rule, Indians were under the imperial rule or British imperial rule for a long time, and he says that Indians knew very well how British would act, how brutal they are, how cruel they are, how organized they are, how scientifically destructive they are എന്നുള്ളത് ഇന്ത്യൻസിന് അറിയാം. ആൻഡ് അതുകൊണ്ട് തന്നെ we are in a unique position of not supporting them and not supporting you because you are narcissists. നിങ്ങൾ അത്രയും തന്നെ ക്രൂരരായിട്ടുള്ള മറ്റൊരു വിഭാഗമായതുകൊണ്ട് വി കനോട്ട് സപ്പോർട്ട് ഐദർ ഓഫ് യു, വി ഡോണ്ട് ഗോ വിത്ത് ഇറ്റ്. ഇൻ അനദർ വേ വി വുഡ് സേ ദാറ്റ് യു ഷുഡ് ഗോ ബോത്ത് ഗോ ഫോർ പീസിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ വയലൻറ്റ് ഫോഴ്സിനെ നേരിടാനുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇഫ് ഓർഗനൈസ്ഡ് ഇൻ പ്രോപ്പർ മാനർ വുഡ് ബി നോൺ വയലൻസ്. അതിനൊരു റീസൺ ഉണ്ട്. ഈ നോൺ വയലൻറ്റ് മെത്തേഡ് ദർ ഇസ് നോ ഡിഫീറ്റ് എന്നുള്ളൊരു പൊസിഷൻ അവിടെ വരുന്നില്ല. കാരണം എന്താണ്, അവിടെ ഡിഫെൻസ് വർക്കിംഗ് അല്ല, നമ്മളവിടെ റെസിസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരണ്ട, ഇത് ചെയ്യണ്ട, ഞങ്ങൾ സഹകരിക്കില്ല, ഞങ്ങൾ കൂടെ നിന്നേരില്ല, ഞങ്ങളുടെ ഐഡിയോളജി നിങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട, വി വോണ്ട് കോപ്പറേറ്റ് വിത്ത് യു. അല്ലാതെ നമ്മളൊരിക്കലും ഒരു ടൂൾ എടുത്ത് ഡിഫെൻഡ് ചെയ്യാൻ പോവല്ല. വി ആർ ഇൻ എ ഡു ഓർ ഡൈ പൊസിഷൻസിലാണ് ഇന്ത്യൻസ് ഉള്ളത്. നമ്മളൊരിക്കലും അവരോട് എന്ത് പറയുന്നില്ല, നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു കിൽ യു, വി ആർ ഗോയിങ് ടു ഒപ്പോസ് യു, വി ആർ ഗോയിങ് ടു ഫിസിക്കലി ഹേർട്ട് യു, മെൻ്റലി ഹേർട്ട് യു എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അവർ പൊസിഷൻ ഇസ് വെരി ക്ലിയർ, ഡു ഓർ ഡൈ, വി വോണ്ട് ചേഞ്ച് ഫ്രം അവർ പോയിന്റ് ഓഫ് വ്യൂ, വി ആർ ഗോയിങ് ടു always resist you, this is our place, we won't agree with what you say, we won't cooperate with what you say.
എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഡു ഓർ ഡൈ എന്നുള്ളത് പോലും ജീവിക്കുക മരിക്കുക എന്നുള്ളൊരു പൊസിഷനിൽ നിൽക്കുന്നത് പോലും ഇസ് വിത്തൗട്ട് ഹേർട്ടിങ് എനിബഡി ഓർ കില്ലിങ് എനിബഡി. അതിൽ യാതൊരു പിന്നെ ഏറ്റവും നല്ല 2 ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് കിൽ എനിബഡി, ദാറ്റ്സ് വൺ തിങ്. ദർ ഇസ് നോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള റിക്വയർമെൻറ്റും ഇല്ല. വി നീഡ് ഓൺലി എ റിയൽ മൈൻഡ് ടു സ്റ്റേ വിത്ത് ദ പോയിൻ്റ്. അതിനോട് ചേർന്ന് നിൽക്കാനുള്ളൊരു മനസ്സ് മാത്രം മതി. വി ഡു നോട്ട് യൂസ് എനി കൈൻഡ് ഓഫ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ. നമ്മളൊരു തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവ് വെപ്പണും അവിടെ യൂസ് ചെയ്യുന്നില്ല. യാതൊരു തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സോ യൂസ് ചെയ്യുന്നില്ല. പകരം എന്താണ്, വി നീഡ് ഓൺലി കോപ്പറേറ്റിംഗ് മൈൻഡ്സ് ദാറ്റ് സ്റ്റേ ബൈ ദ ഐഡിയോളജി ദാറ്റ് വി വിൽ സക്സീഡ് വൺ ഡേ ആൻഡ് വി വിൽ നോട്ട് ഗോ ബാക്ക് വിത്തൗട്ട് ഡെത്ത് ഓർ സക്സസ് എന്നുള്ള വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ സപ്പോർട്ട് മാത്രമേ അവിടെ ആവശ്യം വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു മേജറായിട്ടുള്ള സക്സസ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ അടുത്തത് ഗാന്ധി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ഈവൻ മെനി ഓഫ് us മൈറ്റ് തിങ്ക് വെൻ സം ലീഡേഴ്സ് ഓർ വേൾഡ് ലീഡേഴ്സ് ഓർ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾക്കുമുള്ള കൺസെപ്റ്റാണ് ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്. ഗാന്ധി ഈസ് അസ്റ്റോണിഷ്ഡ് ഓർ സർപ്രൈസ് ദാറ്റ് ഹിറ്റ്ലർ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദാറ്റ് ദർ ഇസ് നോ മൊണോപ്പൊളി. യാതൊരു തരത്തിലുള്ള മൊണോപ്പൊളിയും ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല വേൾഡിൽ. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാധിപത്യം. നമ്മളെന്നും ജയിക്കില്ല, നമ്മളെന്നും ജീവിക്കില്ല, നമ്മളെന്നും ഭരിക്കില്ല എന്നുള്ള റിയലൈസേഷൻ ഓരോ റൂളറിനും ഭരിക്കുന്ന സമയത്ത് ഉണ്ടാവുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ആരും കൊന്നില്ലെങ്കിലും വി വിൽ ഡൈ അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം, വി വിൽ ലൂസ് അവർ സ്ട്രെങ്ത്, വി ആർ ജസ്റ്റ് ഹ്യൂമൻ ബീങ്സ്. ആ ഒരു റിയലൈസേഷൻ എന്തുകൊണ്ടാണ് ഹിറ്റ്ലറിന് ഇല്ലാത്തത്? ദർ ഇസ് നോ മൊണോപ്പൊളി എന്നുള്ളത് എന്താണ് ഹിറ്റ്ലർ റിയലൈസ് ചെയ്യാത്തതെന്നാണ് ഗാന്ധിയുടെ നെക്സ്റ്റ് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അസ്റ്റോണിഷ്മെൻറ്റ് അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത്. വി ഓൾസോ മൈറ്റ് ഹാവ് തോട്ട് അബൌട്ട് മെനി ലീഡേഴ്സ് ലൈക്ക് ദിസ് ഇറ്റ് വെരി റീസെൻ്റ്ലി, സോ നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ്. ദെൻ the next point is that he says this, that no one will speak good of you after your death. അതൊരു പോയിൻ്റാണ്. നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, പക്ഷേ നിങ്ങൾ നോട്ടോറിയസ്ലി ഫേമസ് ആണ്. യു ആർ നോട്ട് ഫേമസ് ഇൻ എ വെരി പോസിറ്റീവ് വേ, യു ആർ നോട്ട് ബീങ് എഗ്രീഡ് ഇൻ എ വെരി പോസിറ്റീവ് വേ. സോ നോ മദർ വിൽ ടെൽ ദ മോറൽ സ്റ്റോറി ഓഫ് യു ഓർ ലെജൻഡറി സ്റ്റോറി. ഇങ്ങനെ ഒരു ലെജൻഡ് ജീവിച്ചിരുന്നു ഒരു അമ്മയും ഒരു കുട്ടിക്കും കഥ പറഞ്ഞു കൊടുക്കില്ല. എവ്രിബഡി will be telling of you as the most cruelest person in the world, like ഹിറ്റ്ലറിനെ പോലെ ക്രൂവലായിട്ടുള്ള ആളെന്നേ പറയുള്ളൂ. നോ വൺ. നമ്മൾ ഈ ടെക്സ്റ്റിൽ സംസാരിക്കുന്നത് സിഗ്നേച്ചേഴ്സിനെ കുറിച്ചാണ്. ദ കൈൻഡ് ഓഫ് സിഗ്നേച്ചേഴ്സ് പീപ്പിൾ ലെഫ്റ്റ് ഇൻ ദ വേൾഡ്, വി ഷുഡ് ലിവ് ഇൻ ദ വേൾഡ്. നമ്മളെക്കുറിച്ച് ആൾക്കാർ എന്താ ആലോചിക്കണം, വാട്ട് കൈൻഡ് ഓഫ് സിഗ്നേച്ചർ വി ഷുഡ് ബി ലീവിങ് ബിഹൈൻഡ് us എന്നുള്ളതാണ് ടെക്സ്റ്റിൻ്റെ ടൈറ്റിൽ തന്നെ. ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് സിഗ്നേച്ചർ ഹിറ്റ്ലർ ഹാസ് ലെഫ്റ്റ് ഇൻ ദിസ് വേൾഡ്. വി ക്യാൻ നോട്ട് in any way forgive for what he did to Jews even today. ഇന്ന് നമ്മൾക്ക് ആലോചിക്കുന്ന സമയത്ത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. പിന്നെ മൊണോപ്പൊളീനെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് ടോക്കിംഗ് അബൌട്ട് മൊണോപ്പൊളിയെക്കുറിച്ച് പറയുമ്പം ഈവൻ ഇഫ് ഗാന്ധി ഈസ് സെയിങ് ദാറ്റ് ഈവൻ ഇഫ് ഹി വിൻസ് ദ വേൾഡ് വാർ സെക്കൻഡ്, അവർ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നോ നാളെയോ മറ്റൊരു രാജ്യം, ഈവൻ ഇഫ് നോട്ട് ബ്രിട്ടീഷ് people, someone else will become more powerful than you and destroy your monopoly. അതും നമ്മൾ റിയലൈസ് ചെയ്യേണ്ടതാണ്. then why we are going behind all these things എന്നുള്ളതാണ് നെക്സ്റ്റ് തിങ്. ഓക്കെ, നോ വൺ ഇസ് ഗോയിങ് ടു ടേക്ക് പ്രൈഡ് ഇൻ യു. ആരും നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് കണ്ടിട്ട് പ്രൈഡ്, ദേ വോണ്ട് ബി ഹാവിങ് എന്ത് ക്രൂവലായിരുന്നു ഹിറ്റ്ലർ, ഹൗ ബ്യൂട്ടിഫുൾ വാസ് ദാറ്റ് എന്ന് ഒരാളും പറയില്ല. എവ്രി വൺ വിൽ ബി ജസ്റ്റ് ബ്ലെയിമിങ് യു എന്നുള്ളത്. പക്ഷെ അതൊക്കെ ദാറ്റ്സ് എ സൈക്കോളജിക്കൽ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ്, ബട്ട് വെൻ for Hitler psychology won't work, we can imagine, but still Gandhi says that for humanity's sake, നിങ്ങൾക്ക് വേണ്ടിയല്ല, മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, പ്ലീസ് സ്റ്റോപ്പ് ദ വാർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഫോർ ദ ബ്രിട്ടീഷ് പീപ്പിൾ ആൻഡ് ഫോർ ദ ജർമൻസ് ടു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യു ക്യാൻ ബ്രിങ് ഇൻ ആൻ ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ, ഒരു ഉച്ചകോടി, ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുവരാം, ഇൻ്റർനാഷണൽ വൺ, വേർ ഓൾ വേൾഡ് ലീഡേഴ്സ് കം ഇൻ. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു എന്താ പറയുക ട്രിബ്യൂണലിന് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ആൻഡ് പുട്ട് യുവർ ഡിസ്പ്യൂട്ട്സ് ദെയർ, ഡിസ്കഷൻസ് ദെയർ, നിങ്ങളുടെ ഡിസഗ്രിമെൻറ്റ്സ് അവിടെ പറയൂ. എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഗോയിങ് ടു ബി എന്താ പറയുക ഫ്രീ ഔട്ട് ഓഫ് ദിസ് വയലൻസ്. ഒരുപാട് മനുഷ്യന്മാർ, നിങ്ങൾക്ക് പേഴ്സണലി ഒരു നഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഇവിടെയുള്ള ഒരുപാട് പേര് എന്താണ് രക്ഷപ്പെടുന്നതാണ് പറയുന്നത്. ദെൻ
വാറിൻ്റെ എൻഡ് എന്താണ്? വിക്ടറിയാണ്. ഡസ് വിക്ടറി പ്രൂവ് ദാറ്റ് സമൺ ഇസ് റൈറ്റ്? വാട്ട് ഹാസ് വിക്ടറി ടു ഡു വിത്ത് ദ റൈറ്റ് തിങ്? ശരിയും വിക്ടറിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ദർ ഇസ് നോ വൺ ടു വൺ റിലേഷൻ ബിറ്റ്വീൻ വിക്ടറി ആൻഡ് റൈറ്റ്. കാരണം എന്താണ്? ശരിയും വിക്ടറിയും തമ്മിൽ എന്തുകൊണ്ടാണ് റിലേഷൻ ഇല്ലാത്തത്? കാരണം ഇൻ എ വാർ ദ മോർ പവർഫുൾ, ദ മോർ ഫിസിക്കലി എക്യുപ്ഡ് ഓർ ദ വെപ്പൺ വൈസ് എക്യുപ്ഡ് ആയിട്ടുള്ള, സയൻറ്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ക്രൂവലസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ മാൻ പവർ ഉള്ള, മെഷീൻ പവർ ഉള്ള ആൾക്കാരാണ് ജയിക്കുക. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് വാട്ട് ഈസ് ട്രൂ ഓർ റൈറ്റ്. അത് നമ്മളുടെ മെൻറ്റാലിറ്റിയാണ്, നമ്മളുടെ ഫിലോസഫിയാണ്, നമ്മളുടെ ഐഡിയോളജിയാണ്. അത് ക്ലിയർ ആവുന്ന സ്ഥലത്ത് ഒരു പക്ഷേ നമ്മളുടെ പോയിൻ്റ് ഓഫ് വ്യൂ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ജയിക്കും. അങ്ങനെയാണെങ്കിൽ ടു പ്രൂവ് യുവർ സെൽഫ് റൈറ്റ് എന്താണ് ഹിറ്റ്ലറും ബ്രിട്ടീഷുകാരും ഒക്കെ തന്നെ ചെയ്യേണ്ടത്? എന്താണ്? ദേ ഷുഡ് ഗോ ഫോർ ആൻ ഇംപാർഷ്യൽ ട്രിബ്യൂണൽ ഡിസ്കഷൻ. അതിന് പോവുക. എന്നിട്ട് അവർ ഇമ്പാർഷ്യലാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ രണ്ട് കൂട്ടരും എഗ്രി ചെയ്യുന്നൊരു ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവരുടെ മുന്നിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയും. അവരൊരു പക്ഷേ നിങ്ങളിൽ ആരാണ് ശരിയെന്ന് പറയും. അത് ലോകം അംഗീകരിക്കുന്നൊരു ശരിയായിരിക്കും, നിങ്ങളുടെ മാത്രം ശരിയായിരിക്കില്ല. ദസ് യു വിൽ ബിക്കം റൈറ്റ്. ഓക്കെ. പിന്നീട് ഗാന്ധി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഗാന്ധി പറയുന്ന ഒരു കാര്യം, ഐ നോ ബ്രിട്ടീഷ് പീപ്പിൾ, ദേ ആർ മൈ ഫ്രണ്ട്സ്, ദോ ഐ റിബൽ വിത്ത് ദം ഇൻ ദെയർ ഐഡിയോളജി. എനിക്ക് ഫെമിലിയർ ആണ് അവർ. യു ആർ നോട്ട് എ ഫ്രണ്ട് ഓഫ് മൈൻ. നിങ്ങൾ ഒരിക്കലും എൻ്റെ സുഹൃത്തല്ല. ഫ്രണ്ട് ഓഫ് മൈൻ ഇൻ ദ സെൻസ് യു ആർ നോട്ട് എ ഫ്രണ്ട് ഓഫ് മൈൻ അല്ല, യു ആർ എ സ്ട്രേഞ്ചർ. യു ആർ എ ഫ്രണ്ട് എന്ന് ഓൾറെഡി അഡ്രസ്സ് ചെയ്താണ്. ബട്ട് നോയിങ് ഫ്രണ്ട് അല്ല, നോൺ ഫ്രണ്ട് അല്ല, ഒരു സ്ട്രേഞ്ചറാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് എന്താണ്, എനിക്ക് ചെറിയൊരു ഹെസിറ്റേഷൻ ഉണ്ട്. ഐ എം നോട്ട് കറേജ് ഇനഫ് ടു ടെൽ യു ഓൾ ദീസ് തിങ്സ് ലൈക്ക് ഐ ടോക്ക് ടു ദ ബ്രിട്ടീഷ് പീപ്പിൾ, ഐ നോ ദം, ഐ ഡോണ്ട് നോ യു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ബട്ട് സ്റ്റിൽ ഐ അപ്പീൽ, ഐ ബെഗ്, ഐ സജസ്റ്റ് ടു യു ദാറ്റ് സ്റ്റോപ്പ് ദിസ് തിങ്. ബിക്കോസ് ഗാന്ധി സേസ് ദാറ്റ് ഹീ ഈസ് നോട്ട് സ്പീക്കിംഗ് ഫോർ ഹിംസെൽഫ്. ഞാൻ ആർക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഐ എം സ്പീക്കിംഗ് നോട്ട് ഫോർ മൈസെൽഫ്, ഐ എം സ്പീക്കിംഗ് ഫോർ ദി എൻറ്റയർ യൂറോപ്യൻ പീപ്പിൾ ഹു ആർ ഏർണിംഗ് ഓർ യേർണിംഗ്, യാചിക്കുക ഫോർ പീസ് നൗ. ദേ ആർ റിയലി ബിഹൈൻഡ് ദ ഫാക്ട് ദാറ്റ് ദേ ഷുഡ് ഹാവ് പീസ് ഇൻ ദ വേൾഡ്. മേ ബി ഏറ്റവും വലിയ ലീഡേഴ്സിന്, അല്ലെങ്കിൽ ചില്ലുകൂട്ടിലിരിക്കുന്ന, കൊട്ടാരത്തിലിരിക്കുന്ന ലീഡേഴ്സിന് വാർ മൈറ്റ് നോട്ട് മേക്ക് എനി കൈൻഡ് ഓഫ് ഡിഫറൻസ്. ദേ മൈറ്റ് ബി ഈറ്റിംഗ് പ്രോപ്പർലി, ദേ മൈറ്റ് ബി ഹാവിങ് പ്രോപ്പർ ക്ലോത്ത്സ്, ദേ മൈറ്റ് നോട്ട് ലൂസ് ദെയർ ഹോംസ്, ദേ മൈറ്റ് നോട്ട് ഗെറ്റ് വൂണ്ടഡ്. ഈ പറഞ്ഞ സംഗതിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഹൂ സഫേഴ്സ് ദ മോസ്റ്റ് ഡ്യൂ ടു വാർസ്? ഒന്ന് ഇമ്മീഡിയറ്റ് ഫാമിലി, ആൻഡ് ദെൻ ദ ലോക്കൽ പീപ്പിൾ ഹു ഗെറ്റ് റാംപേജ്ഡ്, ഹു ഗെറ്റ് ഡിസ്ട്രോയിഡ് ആസ് എ റിസൾട്ട് ഓഫ് വാർ. ഇവരാണ് നശിപ്പിക്കപ്പെടുന്നത്. ഒരു ചോദ്യമില്ലാത്ത കാര്യമാണ്. ആൻഡ് ഗാന്ധി സേസ് ഐ എം സ്പീക്കിംഗ് ഫോർ ദോസ് മില്യൺ പീപ്പിൾ ഹു ആർ നോട്ട് അലൗഡ് ടു ടോക്ക്, ഹു ആർ ഡംപ് ബിക്കോസ് അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതിനോടല്ല, സംസാരിക്കാനുള്ള റൈറ്റ് നിഷേധിക്കപ്പെട്ടതുകൊണ്ട്. ദേ ആർ ക്രൈയിങ് ഫോർ പീസ്, ഐ എം ടോക്കിംഗ് ഫോർ ദം, പ്ലീസ് ലിസൺ ടു മീ എന്നാണ് ഗാന്ധി പറയുന്നത്. ആൻഡ് ഹി അപ്പീൽസ് ദ സെയിം തിങ്. ഹിറ്റ്ലറിൻ്റെ കൂടെ തന്നെ കണ്ടംപററി ആയിരുന്ന, ഹിറ്റ്ലറിൻ്റെ ഓൾമോസ്റ്റ് ഐഡിയോളജീസിനോട് കുറച്ചും കൂടെ മുന്നോട്ട് ക്രൂരമായിട്ടുള്ള ഒരാളായിരുന്നു മുസോളിനി. Mussolini might be familiar for you. He was the Italian leader at the same time when Hitler was the leader of Germany, and Mussolini was the propagator of fascism. നാസിസത്തിൻ്റെ ഒരടി മുന്നോട്ടുള്ള ഡിക്റ്ററ്റോറിയൽഷിപ്പും അടിച്ചമർത്തലും ഒക്കെയാണ് ഫാസിസം എന്ന് പറയുന്നത്. ഫാസിസത്തിൽ നിന്നാണ് നാസിസം ആക്ച്വലി ഉടലെടുത്ത് മുന്നോട്ട് വരുന്നത്. മുസോളിനിയോടും കൂടെയാണ് ഈ ലെറ്റർ എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഹീ സ്പീക്സ് ഫോർ മുസോളിനി ടു, ബിക്കോസ് ഡ്യൂറിങ് ദ വേൾഡ് വാർ സെക്കൻഡ് ജർമ്മനി ആൻഡ് ഇറ്റലി വാസ് ഹാവിങ് ആൻ അലയൻസ്. അവർ തമ്മിലൊരു എഗ്രിമെൻറ്റിലായിരുന്നു, അവരൊരു സൈഡിലായിരുന്നു, അവരൊരു രണ്ടുകൂട്ടരും കൂടെയാണ് പറയുന്നത് എന്നാണ് ഗാന്ധി പറയുന്നത്. വൺസ് ഇൻ ലൈഫ് ഒരിക്കൽ ഗാന്ധി ഹാഡ് മെറ്റ് മുസോളിനി ഡ്യൂറിങ് എ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. പക്ഷേ ഹിറ്റ്ലറിൻ്റെ സൈഡ് ആയതുകൊണ്ട്, ആൻഡ് ഹിറ്റ്ലർ വാസ് ലീഡിങ് മാൻ ആയതുകൊണ്ട് ഹിറ്റ്ലറിനോടാണ് പറയുന്നത്, ഇഫ് ദിസ് ന്യൂസ് റീച്ചസ് യു, പ്ലീസ് സ്പീക്ക് ടു whom to? Mussolini too, and please make an agreement that you won't go forth with these violence, stop the war എന്നാണ് പറയുന്നത്. ആൻഡ് ആസ് എ ലെറ്റർ എൻഡ്സ്, ഡിയർ ഫ്രണ്ട് എന്ന ലെറ്റർ തുടങ്ങുമ്പോൾ തന്നെ തീരുന്നതും എന്താണ്, ഐ ആം യുവർ സിൻസിയർ ഫ്രണ്ട്. റാദർ ദാൻ എന്താ പറയുക, ക്ലോസസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നതിനേക്കാട്ടിലും കൂടുതൽ, ഏറ്റവും കൂടുതൽ എന്താ പറയുക, ജെന്വീൻ ആയിട്ടുള്ള ഒരു ടേമാണ് സിൻസിയർ ഫ്രണ്ട്. ആൻഡ് ഗാന്ധി സേസ് ഐ എം ടോക്കിംഗ് ടു യു ലൈക്ക് എ സിൻസിയർ ഫ്രണ്ട്. ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഞാൻ പറയുന്നത്. സോ പ്ലീസ് ലിസൺ ടു മീ.
സോ ഐ ഗിവൺ ഹിയർ 2 ലിങ്ക്സ്. ഇത് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ലിങ്ക്സ് ആണ്. ആവശ്യമുള്ളപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള 1-2 വീഡിയോസ് ആണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ വാച്ച്. നോ നെസസിറ്റി, ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് certainly you can search in YouTube. You can click the link and go to YouTube, and it's about Hitler and Gandhi. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വി ആർ ലേണിംഗ് ഇൻ ദിസ് ചാപ്റ്റർ. ആക്ച്വലി ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ അബൌട്ട് ഗാന്ധി, അബൌട്ട് ഹിറ്റ്ലർ, ദ ഫിലോസഫി ഓഫ് ഗാന്ധി's second letter to Hitler, when Hitler was actually preparing for World War II, when he conquered Czechoslovakia. ആ ഒരു സമയത്താണ് ഈ ലെറ്റർ എഴുതുന്നത്. ഐ ഹോപ്പ് തിങ്സ് വെരി ക്ലിയർ ഫോർ യു. താങ്ക് യു.